ബഹുമാനപ്പെട്ട ഓൾ കേരള ശീതളൻ ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് മൺമറൈ, ബാക്കി കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന ശീതളാട്ടൻ ഫാൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളെ, എന്നെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. കോഴിക്കോട് ജില്ലേൻ്റെ പ്രസിഡൻ്റാണ് നമ്മളിപ്പോൾ അർജൻറ്റായിട്ട് ഇങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വിളിച്ചതിൻ്റെ കാര്യവും നിങ്ങൾക്ക് എല്ലാവർക്കും പൊടിയിട്ടുണ്ടാവും. അതായത് നമ്മൾ ശീതളാട്ടനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് ഒരു നടി പ്രതികരിച്ചിട്ടുണ്ട്. ആ നടി ഏതാന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ അവിടെ പറയണില്ല. ഇത് വളരെ മോശമാണ്. കാരണം ഇത്രയും കാലത്തിനിടയിൽ ശീതളാട്ടനെ കുറിച്ച് ഇത്രയും മോശമായിട്ട് ഒരു പെണ്ണ് ആദ്യമായിട്ട് പറയാണ്. അവൻ്റെ ചങ്ക് പൊട്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കണേ. ഇത് നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ടാക്കണ കാര്യമാണ്. കാരണം നമ്മളെ നെഞ്ചത്താണ് ഈ കുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ശീതളാട്ടനെ എത്രമാത്രം വിഷമിപ്പിക്കുന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ ആഞ്ഞടിക്കണം. ഒരു സുനാമി പോലെ നമ്മൾ ഈ പെണ്ണിനെതിരെ ആഞ്ഞടിക്കണം. നിങ്ങൾക്ക് അറിയോ, ഇത് അറിഞ്ഞതിന് ശേഷം പതറിയ വെള്ളം പോലെ ഞാൻ കുടിച്ചിട്ട. എന്ത് വെള്ളം? പതറിയ വെള്ളം കുടിച്ചിട്ട. ചൂടുവെള്ളം. ഓൾ ഇനി സിനിമയിൽ അഭിനയിക്കണ്ട, ഓള് മതി. ഇവിടെ വേറെ നടിമാരുണ്ടല്ലോ. അല്ലാന്ന് ഓളാണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ മലയാള സിനിമ വീണു പോകുന്നില്ല. വീണു പോവോ? ഇല്ല. ഓള് ഒരു സിനിമ പറഞ്ഞാൻ പോകുന്നുണ്ട്, അടുത്ത ആഴ്ച റിലീസാണെന്നാ കേട്ട്. ഈ സിനിമ കേരളത്തിൽ കളിക്കരുത്. കളിക്കുകയാണെങ്കിൽ തന്നെ ഒരു ദിവസം ആളെ കയറ്റരുത്. അതിനുള്ള പണി നമ്മൾ ഓരോ ജില്ലയിലും ചെയ്തോളണം. ഓളെ താറടിച്ചാളണം. കാരണം ഇവിടെ ആരാണ്? ഓക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാ. അതുകൊണ്ടാണ് ഓളിമാരി വർത്താനൊക്കെ പറയുന്നത്. ഓള് ശിശുവാണ്. ഓള് തൊട്ടിൽ കിടക്കുന്ന കാലത്ത് അഭിനയിക്കാൻ തുടങ്ങി നമ്മളെ ശീതളാട്ടായി. ഇതൊന്നും ഓൾക്ക് അറിയില്ല. അപ്പൊ സംഭവം വേണ്ടത് ഫേസ്ബുക്കിലൂടെ ഓളെ താറടിച്ച് കാണിക്കും. അങ്ങോട്ട് ഇല്ലാണ്ടാക്കണം. അപ്പൊ അതിന് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മളിങ്ങനെ മീറ്റിംഗ് കൂടുമെന്ന് അറിഞ്ഞില്ലല്ലോ. അപ്പൊ ഞാനൊരു 10 പിള്ളേരെ വീട്ടിലിരുത്തിയിട്ട് ലാപ്ടോപ്പും കൊടുത്ത് ഇവളുടെ ഫേസ്ബുക്കിൽ തെറി പറയാൻ ഏൽപ്പിച്ചു പോയി. തുടങ്ങിയോ? അതാ വേണ്ടത്. ശീതളായിട്ടൊന്നും അറിയിക്കാറുണ്ട്. എന്റെ സുഖതണ്ണ, നിങ്ങളിൽ വരെ മണ്ണും മുണ്ണാക്കും അറിഞ്ഞുകൂടാത്തോടെ സംസാരിക്കരുത്. ഈ ശീതളെ അങ്ങനെ ഒന്ന് കാണാൻ, ഒന്ന് പരിചയപ്പെടാൻ ഞാനും ഈ മൊയ്തും കൂടെ ലൊക്കേഷനിൽ കയറി ഇറങ്ങിയിട്ട് അവിടെ നിൽക്കുന്ന പൈലുകൾ ഞങ്ങൾ ചെവളെ കുത്തി വെളിയിലാക്കി കളഞ്ഞു. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ല? ആ കാര്യത്തിൽ ഞാനാണ് ഭാഗ്യവാൻ. നമ്മുടെ അട്ടപ്പാടിയിലെ സൂപ്പർ സ്റ്റാർ വന്നിട്ടുണ്ടായിരുന്നു. കർഷകർക്ക് വളവും തൂമ്പയും കാശൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ പോയി, എന്നെ പോലീസുകാരൊക്കെ പിടിച്ചു മാറ്റി. അവരൊക്കെ തള്ളി മാറ്റി പോയിട്ട് വന്ന് തൊട്ടു. ഭാഗ്യവാൻ ഇയാൾ തൊട്ടുമല്ലോ, ഞാൻ കണ്ടിട്ടേ ഇല്ല. നമുക്ക് ഉടനെ കാണാൻ വിഷമിക്കണം.